നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ഒട്ടുമിക്ക നായിക നടന്മാരുടെ കൂടെയും നായികയായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച നായികയാണ് ഭാവന. ഛോട്ടാ മുംബൈയിൽ ലാലേട്ടന്റെയും ഗ്യാങ്ങിന്റെയും ഒപ്പത്തിനൊപ്പം പിടിച്ചു നിന്നതാണ് ഭാവനയുടെ പറക്കും ലത. ഹണി ബീയിലും ഏഞ്ചലായി ഭാവന ചിരിപ്പിച്ചു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന നായിക നടി കൂടിയാണ് ഭാവന. കന്നഡ സിനിമാ നിർമ്മാതാവായ നവീനെ വിവാഹം ചെയ്തതോടെ ഭാവനയുടെ താമസം ബംഗളൂരിലേക്ക് മാറി. ഏറെ നാൾ ഭാവന മലയാള സിനിമയിൽ നിന്നും വിട്ടുനിന്നിരുന്നു. പിന്നീട് ഷറഫുദ്ദീനൊപ്പം ഇന്ത്യക്കാർക്ക് ഒരു പ്രേമമുണ്ടായിരുന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത്. റാണി ദി റിയൽ സ്റ്റോറിയാണ് ഏറ്റവും അവസാനം ഭാവന അഭിനയിച്ചു റിലീസായ മലയാള സിനിമ. സോഷ്യൽ മീഡിയയിൽ സജീവമായ ഭാവനയുടെ ഹണ്ട്, നടികർ എന്ന സിനിമകൾ അണിയറയിൽ റിലീസിന് തയ്യാറെടുക്കുകയാണ്. അതേസമയം സെലിബ്രിറ്റികൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ചെറുപ്പം കാത്തു സൂക്ഷിക്കാനും ചെയ്യുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ഈ പ്ലാസ്റ്റിക് സർജറി. ബോളിവുഡിൽ നടിമാരും നടന്മാരും എല്ലാം ഇത്തരം പ്ലാസ്റ്റിക് സർജറികൾക്ക് വിധേയരായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കോസ്മെറ്റിക് സർജറികൾക്കും താരങ്ങൾ വിധേയരാകാറുണ്ട്. തല മുതൽ കാൽപാദം വരെ ശരീരത്തിൽ എവിടെയും കോസ്മെറ്റിക് സർജറികൾ ചെയ്യാനാകും. എങ്കിലും ഏറ്റവും അധികം കോസ്മെറ്റിക് സർജറികൾ നടക്കാറുള്ളത് മുഖത്താണ്. നെറ്റിയിലെ ചുളിവുകളും വരകളും മാറ്റാൻ ബ്രോ ലിഫ്റ്റ്, അതുപോലെ മുഖത്തെ ചുളിവുകളും അഴിഞ്ഞു തൂങ്ങലും മാറ്റാൻ ഫേസ് ലിഫ്റ്റ്, സൂക്ഷ്മമായ ചുളിവുകളും അഴുക്കും നീക്കം ചെയ്യാൻ ലേസർ കെമിക്കൽ പീല്, മുഖക്കുരുവിന്റെ പാടുകളും ചുളിവുകളും നീക്കാൻ ഡെർമാബ്രഷൻ, കണ്ണുകൾക്ക് താഴെ മുകളിലുള്ള പോളകളിലെ അഭംഗി നീക്കാൻ ബ്ലെഫാറോപ്ലാസി എന്നിവയെല്ലാം താരങ്ങൾ ചെയ്യാറുണ്ട്. റിയാലിറ്റി ഷോയിലൂടെ സിനിമയിലേക്ക് എത്തിയ യുവനടി അനുശ്രീയുടെ മാറ്റം ആരാധകരെ അമ്പരപ്പിച്ച ഒന്നാണ്. അതുപോലെ മലയാളത്തിന്റെ സ്വന്തം ഭാവന ഇത്തരം സൗന്ദര്യം വർദ്ധക സർജറികൾക്ക് വിധേയമായിട്ടുണ്ടോ എന്ന സംശയം ആരാധകർക്കുമുണ്ട്. പ്രശസ്ത കോസ്മെറ്റോളജിസ്റ്റിൽ ഒരാളായ ഡോക്ടർ ശിഖ നടി ഭാവന പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. ഭാവനയുടെ പഴയതും പുതിയതുമായ ചിത്രങ്ങൾ കോർത്തിണക്കിയാണ് ആരാധകരുടെ സംശയങ്ങൾക്ക് ശിഖ വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നത്. ഭാവനയുടെ രൂപമാറ്റത്തിനെ കുറിച്ചുള്ള സംശയങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർ പല കാര്യങ്ങളും ചോദിച്ചിരുന്നു. ഞാൻ വിശകലനം ചെയ്തപ്പോൾ താരത്തിന്റെ മൂക്ക്, താടി, കവിൾത്തടങ്ങൾക്കും താടിയെല്ലുകൾക്കും ഇടയിലുള്ള കൊഴുപ്പ്, അതുപോലെ താടിയെല്ല്, നെറ്റി, ചുണ്ടുകൾ, പല്ലുകൾ എന്നിവയിലൊന്നും എനിക്ക് മാറ്റമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശസ്ത്രക്രിയേതര ചികിത്സകൾ ചിലപ്പോൾ നടി നടത്തിയിട്ടുണ്ടാകാം. എന്നാൽ നടിയുടെ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്തതായി തോന്നുന്നില്ലെന്നാണ് ഡോക്ടർ ശിഖ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ശിഖയുടെ നിരീക്ഷണത്തെ ആരാധകരും ശരിവെക്കുന്നുണ്ട്. ഭാവനയുടെ നാച്ചുറൽ ബ്യൂട്ടി ആണെന്നാണ് ആരാധകരും അഭിപ്രായപ്പെടുന്നത്. പ്രായം കൂടിയപ്പോഴുള്ള ചില മാറ്റങ്ങൾ ഭാവനയിൽ വന്നുവെന്നും മാത്രമേ ഉള്ളൂവെന്നും ആരാധകർ കുറിക്കുന്നു. 37-കാരിയായ ഭാവന തൃശൂർ സ്വദേശിനിയാണ്. 16 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഭാവന സിനിമയിലേക്ക് എത്തിയത്. 4 വർഷത്തോളം മലയാള സിനിമകൾ മാത്രമാണ് ഭാവന ചെയ്തിരുന്നത്. ശേഷം തമിഴ്, കന്നഡ ഭാഷകളിൽ നിന്നും ഭാവനയ്ക്ക് അവസരം ലഭിച്ചു തുടങ്ങി. അതോടെയാണ് താരം മോഡേൺ ലുക്കിലേക്ക് മാറിയതും ഗ്ലാമർ വസ്ത്രധാരണം അടക്കം ആരംഭിച്ചതും. കാർത്തിക ബാലചന്ദ്രൻ എന്ന പേര് സിനിമയിൽ വന്ന ശേഷമാണ് ഭാവനയാക്കി മാറ്റിയത്. മലയാള സിനിമയിലെ അസിസ്റ്റന്റ് ക്യാമറാമാൻ ജി ബാലചന്ദ്രന്റെ മകളാണ് ഭാവന. കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ഭാവന കടന്നു വന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.